പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 4-ാം തീയതി നമ്മുടെ ഈ സ്പെഷ്യൽ പ്രാർത്ഥനകളുടെ 4-ാം ദിവസം നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതം നമ്മളെ ഉണർത്തിയതിലായിട്ട് കരം ഉയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി പിടിച്ച് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ അത്ഭുതവാൻ, അവൻ അതിശയവാൻ, അവൻ നമ്മുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങളെ ചെയ്ത് നമ്മളെ നടത്തുന്ന കർത്താവിന് നമുക്ക് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. അമേൻ അമേൻ അമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് കരുണയും കൃപയും ദീർഘക്ഷമയുമുള്ള കർത്താവാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നവംബർ മാസം 4-ാം തീയതി ഈ പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളുടെ 4-ാം ദിവസം ഇത് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. വലിയ ആത്മപകർച്ചകളുടെ ദിവസമായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ ഉണർവ് അനുഭവിക്കുന്ന ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഓരോരുത്തരുടെയും ഹൃദയവേദനകളെ അങ്ങ് മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഓരോരുത്തരുടെയും ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിനകത്ത് കിടക്കുന്ന വലിയ ഭാരങ്ങൾ, വലിയ കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് പോലുള്ള ഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അവരുടെ മനസ്സ് ശാന്തമാകട്ടെ. അവരുടെ മനസ്സ് യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ. ഓ താങ്ക് യു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനസ്സിപ്പോൾ സ്വസ്ഥമാകട്ടെ, ശാന്തമാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരികമായ രോഗങ്ങൾ അവരെ വിട്ടുമാറട്ടെ. ആമേൻ. മാനസികമായ ആശ്വാസം വരുന്നതോടൊപ്പം തന്നെ ശരീരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. ആമേൻ. ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലവേദനകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലവേദനകൾ അത് ഏത് കാരണത്താലുള്ളതാണെങ്കിലും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലവേദന സൗഖ്യമാകട്ടെ. അതുപോലെ ആമേൻ, കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള പെയിനുകൾ, ആമേൻ, കാലിൻ്റെ ബാക്ക് സൈഡിൽ, തുടയുടെ ബാക്ക് സൈഡിലുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വേദനയും വലിച്ചിലും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ വേദനയും വലിച്ചിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ വയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആമേൻ അടിഭാഗത്തായിട്ടുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ഇന്ന് പകൽക്കാലം വാതിലുകൾ തുറന്നു വരട്ടെ. പുതിയ ഓപ്പർച്യൂണിറ്റീസ് തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ജോലിയുടെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളും കൃപ കൂടെയിരിക്കണം. ലോകത്തെമ്പാടും ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്ത ദാസന്മാരെ കർത്താവ് ഉപയോഗിക്കണം. ദൈവസഭയെ കർത്താവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, കഴിഞ്ഞ 3 ദിവസവും ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. 4-ാം ദിവസവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിൻ്റെ വെളിപ്പാടുകളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ ഉയരുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ ദിവസങ്ങളാണല്ലോ. ഇത് 3-ാം ദിവസം കഴിഞ്ഞു. ഇന്ന് 4-ാം ദിവസത്തിലേക്ക് നമ്മൾ കയറുന്നു. എല്ലാവരും പ്രാർത്ഥന, ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ പേഴ്സണൽ പ്രെയറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടണം. അതുപോലെ വളരെ പ്രതീക്ഷ നമുക്കുണ്ടാകണം.
ആമേൻ. 4-ാമത്തെ ദിവസം കർത്താവ് നമ്മളിലേക്ക് വലിയ കൈമാറ്റങ്ങളെ തരും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ ആ കൈമാറ്റങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവവചനത്താലും പ്രാർത്ഥനയാലും നമ്മളെ ഒരുക്കിക്കൊണ്ട് വേണം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ വരുവാൻ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്തുമായിട്ട് വരണം. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. ശ്രദ്ധിച്ചേ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് ഇത് യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയയോടാണ് ഇത് പറഞ്ഞതെങ്കിലും, അല്ലെങ്കിൽ മറിയയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ വാക്യം നമുക്കെല്ലാവർക്കും ആപ്ലിക്കബിളാണ്. എനിക്കും ആപ്ലിക്കബിളാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത് പ്രാക്ടിക്കലാകും. നിങ്ങളുടെ ജീവിതത്തിലും ഇത് ഫങ്ഷൻ ചെയ്യും. അതായത് ദൈവം പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവിക അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും. ആമേൻ. നമ്മൾ ആ ദൈവിക അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുക ചെയ്യുന്ന ദൈവം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുമ്പോൾ. ഇതിനകത്ത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2 അസാധാരണമായ പ്രഗ്നൻസീസാണ് കാണിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ പ്രഗ്നൻസീസ്. ഒന്ന് മറിയയുടെ, ഒന്ന് എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജായി, ഇമ്പോസിബിളായ സിറ്റുവേഷൻ. അവൻ ഒരു കാരണവശാലും ഇനി അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല, പ്രായം കഴിഞ്ഞുപോയി. ആ ഇമ്പോസിബിൾ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. ഇതുപോലെ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല, പ്രായം കഴിഞ്ഞുപോയി, ഇനി ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഈ 4-ാം ദിവസം സംഭവിക്കട്ടെ. രണ്ടാമത്തേത് കന്യക മറിയാമിൻ്റെ കാര്യമാണ്. വെർജിൻ ബർത്ത്, മിറക്കുലസ് സിറ്റുവേഷൻ. അതായത് താൻ കന്യകയാണ്, താൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്നു. മിറക്കിളസ് ആയിട്ട് ഒരത്ഭുതം നടക്കുക. ഇതുപോലെ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അപ്പം നമുക്കറിയാം, കന്യക മറിയാം എലിസബത്തിനെ വിസിറ്റ് ചെയ്യുക. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തു. അപ്പോൾ എലിസബത്ത് പ്രോഫസി ചെയ്യുകയാണ്, ആമേൻ, നീ വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ആമേൻ. വൈ? ബിക്കോസ് മേരിയുടെ അല്ലെങ്കിൽ മറിയത്തിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് ദൈവിക വാഗ്ദത്തത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ വാതിലിനെ തുറന്നു കൊടുത്തു. മറിയയുടെ വിശ്വാസമാണ് ആമേൻ ദൈവിക വാഗ്ദത്തത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ തുറക്കപ്പെട്ടത്. അപ്പം എന്താ ചെയ്ത്? വിശ്വാസം വാഗ്ദത്തത്തെ ഓപ്പൺ ചെയ്തു കൊടുത്തു. വിശ്വാസം അതിനെ, ആ പ്രോമിസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിച്ചു. വിശ്വാസം ദൈവം പറഞ്ഞതിനെ സാധ്യമാക്കാൻ കാരണമാക്കി തീർന്നു. അതുകൊണ്ട് ഒരുപക്ഷെ മറിയയ്ക്ക് സംശയിക്കാമായിരുന്നു. മറിയയ്ക്ക് പറയാൻ, ഞാൻ നല്ല ചെറുപ്പക്കാരിയാണ്, ഇത് സാഹചര്യം ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്, ആളുകൾ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, തെറ്റിദ്ധരിക്കുമെന്ന് പറയാമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കാനാണെന്നൊക്കെ വേണേൽ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ മറിയ എന്ത് ചെയ്തു? മറിയ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, അല്ലെങ്കിൽ കർത്താവ് എന്തു പറഞ്ഞോ അത് സംഭവിക്കട്ടെ. അതാണ് മറിയയുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കൊത്ത കാര്യമായിരിക്കത്തില്ല, നമ്മുടെ ചിന്തയ്ക്ക് ഒത്ത കാര്യമോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടന്നതോ ആകണമെന്നില്ല. പക്ഷേ കർത്താവ് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്രമേയമായത്, ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കും നമുക്ക് വാഗ്ദത്തം തരുന്നത്. പക്ഷേ അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ലൈഫ് ഏറ്റവും ശ്രേഷ്ഠമായി തീരും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസമാകുന്ന കീ നമ്മൾ ഉപയോഗിക്കണം. വിശ്വാസമാണ് കീ എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്തിൻ്റെ ദൈവികമായ അനുഗ്രഹങ്ങളുടെ കീ, അതായത് പ്രൊവിഷൻ്റെ കീ എന്ന് പറയുന്നത് വിശ്വാസമാണ്. സൗഖ്യത്തിൻ്റെ കീ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവിക ഗൈഡൻസിൻ്റെ കീ, ഓപ്പർച്യൂണിറ്റീസിൻ്റെ കീ, ഇതെല്ലാം വിശ്വാസമാണ്. അപ്പം നമ്മൾ വിശ്വസിച്ച് ആ വാതിൽ തുറക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഈ നന്മകൾ അനുഭവിക്കാം. മേരി വിശ്വാസമെന്ന കീ ഉപയോഗിച്ചു, എലിസബത്ത് ഉപയോഗിച്ചു, അബ്രഹാം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളും ഉപയോഗിക്കുക. എന്താ? വിശ്വാസമെന്ന കീ. ഒരിക്കൽ 2 കർഷകന്മാർ വരണ്ടിരിക്കുന്ന കാലഘട്ടം, വരൾച്ചയുടെ കാലഘട്ടം, അവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാൾ പ്രാർത്ഥിച്ചു, ഒന്നും ചെയ്തില്ല, മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചു.
മറ്റേയാൾ പ്രാർത്ഥിച്ചിട്ട് ആ ഈ വയലൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം മഴ പെയ്തു. ഒരുക്കി വെച്ച ആളിൻ്റെ വയൽ കൃഷിക്ക് യോഗ്യമായി തീർന്നു. ഒന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചവന് ഒരു ഗുണവും ഉണ്ടായില്ല. നമ്മളെല്ലാം പലപ്പോഴും വാഗ്ദത്തം എന്ന് പറയുന്നതല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല. എന്നാൽ ഡു സംതിങ്. ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ സ്വീകരിപ്പാൻ വിശ്വാസത്തോടെ ചിലതൊക്കെ ചെയ്യുക. ഒന്ന്, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ധ്യാനിക്കുക. രണ്ട്, ആ വാഗ്ദത്തത്തെ നമ്മുടെ വാ കൊണ്ട് വിളിച്ചു പറയുക. സാഹചര്യത്തെ നോക്കാതെ വാഗ്ദത്തത്തെ വിളിച്ചു പറയുക. വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്നതായ ശബ്ദങ്ങളെ അടച്ചു കളയുക. അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക. അതുപോലെ അനുസരണത്തിൻ്റെ ചെറിയ ചെറിയ ചുവടുകൾ എടുത്തു വെക്കുക. എന്നിട്ട് കർത്താവിന് കരമുയർത്തി നന്ദി പറയുക. കർത്താവെ, അങ്ങ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, അങ്ങ് എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നതോടുകൂടി ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും നമുക്ക് ആമേൻ എന്നായി. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾക്കും ആമേൻ പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നതോടുകൂടെ ദൈവശക്തി നമ്മളിൽ ഇറങ്ങി. അതുകൊണ്ട് വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യണം? വിശ്വസിക്കുക, പറയുക. സംശയത്തിൻ്റെ വാക്കുകളെ നമ്മുടെ ചെവി അടച്ചു കളയുക, അത് കേൾക്കാൻ നിൽക്കരുത്. പിന്നെയോ ദൈവത്തിന് നന്ദി പറയുക. കരമുയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നത് കൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ മന്ത് ഓഫ് വിക്ടറിയിൽ കരമുയർത്തി പറ, ഞാൻ ദൈവിക വാഗ്ദത്തങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കാണുക തന്നെ ചെയ്യും. ഒന്നുകൂടെ പറ, ഈ നവംബർ മാസം മന്ത് ഓഫ് വിക്ടറിയാണ്. ഞാൻ ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുവാൻ ഈ മാസം ഇടവരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.